നമസ്കാരം. ഇന്നത്തെ വീഡിയോ വെൽഡിംഗ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് വെൽഡിങ്ങും അതുപോലെ തന്നെ വെൽഡിംഗ് പഠിക്കുന്നതിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പലരും വെൽഡിങ് പഠിക്കാനായിട്ട് പോകാറുണ്ട്. പോയി പകുതിയാവുമ്പോൾ, അതായത് വെൽഡിങ് പഠിക്കാറൊക്കെ ആകുമ്പോഴേക്കും ആ ജോലി കളഞ്ഞിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാറുണ്ട്. കാരണം വെൽഡിങ് എന്താണെന്ന് അറിയത്തില്ല, അതിൻ്റെ ഗുണവും ദോഷവും ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ പൊതുവെ നോക്കുമ്പം നല്ല ജോലിക്ക് സാധ്യതയുള്ള ഒരു ട്രേഡാണ് വെൽഡിങ് എന്ന് പറയുന്നത്. എക്സ്റേ വെൽഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണും. നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് പോകാറുണ്ട്. പിന്നെ നല്ല സാലറി കിട്ടുന്നുണ്ട്, അങ്ങനെ ഉദ്ദേശിച്ച് പോകുന്നു. പക്ഷേ അങ്ങനെ പോയിട്ട് പകുതി പഠിച്ചിട്ട് പിന്നെ തിരിച്ച് മറ്റൊരു ജോലിയിലേക്ക് പോകണം. അപ്പോൾ അത്രയും സമയം നമ്മുടെ വേസ്റ്റായി. അതിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ അറിയുന്നത്. അത് കണ്ടിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. എൻ്റെ കൂടെ ഉള്ള കുറേ ആളുകളും അതുപോലെ വന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കിയ, അതായത് വെൽഡിങ് പഠിക്കാൻ പോകുന്ന കൂട്ടുകാർ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും അത് കുറച്ചൊക്കെ ഉപകാരപ്പെടും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം എന്തായാലും നമ്മൾ ആദ്യം ചിന്തിക്കുക, നമുക്ക് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു ജോലിയാണ് വെൽഡിങ്. അത് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു ജോലിയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. ഇപ്പം വെൽഡിങ് പലതരത്തിലുണ്ട്, അത് പല ട്രേഡായിട്ടുണ്ട്. അതിൽ നമുക്ക് പൊതുവേ വെൽഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത് തന്നെ. അപ്പം ആദ്യം ഒരു ട്രേഡ് ആദ്യമായിട്ട് നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമുക്ക് അങ്ങനെ കയറിപ്പോകാം. പക്ഷേ ഇന്ന് കാലം മാറി, ഇന്ന് ട്രേഡ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എവിടെ പോയാലും. അതുകൊണ്ട് ITC അതുപോലുള്ള 3 മാസം കോഴ്സ്, 6 മാസം, 1 ഇയർ ഇങ്ങനെ കോഴ്സുകളുണ്ട്. അതനുസരിച്ച് ബേസിക്കായിട്ടൊരു 3 മാസം കോഴ്സെങ്കിലും ചെയ്തിട്ട് വേണം വെൽഡിങ്ങിലോട്ട് ഇറങ്ങാനെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെൽഡിങ് പഠിക്കാൻ ഒരു വർക്ക്ഷോപ്പിലോ ഹെൽപ്പറായിട്ടോ വല്ലതും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ അവിടെ നിൽക്കേണ്ടി വരും, കുറച്ചൊക്കെ ഒന്ന് പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക്ഷോപ്പിൽ പോയാലും പെട്ടെന്ന് നമുക്ക് ആ ജോലി നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ഭയങ്കരമായിട്ട് ലാഭിക്കാം. അങ്ങനെ ഒരു കാരണം കൂടെ ഈ ട്രേഡിലുണ്ട്. അപ്പോൾ അങ്ങനെ ട്രേഡ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ വെൽഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരോട് 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. കാരണം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ ഫീൽഡിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വെൽഡിങ് പഠിക്കുന്നത് നാട്ടിൽ ചിലപ്പം ജോലി ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല, വിദേശത്തേക്കായിരിക്കും. വിദേശത്താണ് നല്ല ശമ്പളവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് പോകാനായിട്ട് വെൽഡിങ് പഠിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ, അതായത് ആസ്മ, അതുപോലെ ശ്വാസം മുട്ടൽ, മറ്റേ അലർജി, അങ്ങനെ ശരീരത്തിന് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോലിയിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാട്ടിലെ വെൽഡിങ് പോലെയല്ല വിദേശത്ത് വന്നു കഴിഞ്ഞാൽ. നാട്ടിലെ വെൽഡിങ്ങിൽ സേഫ്റ്റിയും കാര്യങ്ങളും ഒന്നും വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് വരുമ്പം വളരെ വ്യത്യസ്തമായിരിക്കും. എല്ലാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും നോക്കിയായിരിക്കും വെൽഡിങ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് വെൽഡിങ് ചെയ്യാനുള്ള അലൗഡുള്ളൂ. അപ്പം നാട്ടിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം നാട്ടിൽ വെൽഡിങ് ചെയ്യുന്ന ആളുകൾക്ക് വെൽഡിങ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, വിദേശത്ത് ചെയ്താലും നാട്ടിൽ ചെയ്തെന്ന് പറഞ്ഞാലും, വെൽഡിങ്ങിൻ്റെ റാഡ് കത്തുന്നതും ആ ചൂടും എല്ലാം ഒരേ അളവിലായിരിക്കും. അതുകൊണ്ട് നാട്ടിൽ നിൽക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് ഭാവിയിൽ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കാം. സേഫ്റ്റി നല്ല ക്ലിയറായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് ഈ ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളും ഒക്കെ അലർജിയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് വന്നു കഴിഞ്ഞ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് കൺഫൈൻഡ് സ്പേസ് പോലുള്ള സ്ഥലങ്ങളിൽ വെൽഡിങ് ചിലപ്പം കിട്ടും. പിന്നെ പൈപ്പ് വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഡെസേർട്ട് ഏരിയയിലായിരിക്കും വെൽഡിങ് കിട്ടുന്നത്. അവിടുത്തെ ചൂടും പൊടിയും നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ശാരീരിക പ്രശ്നങ്ങളുള്ളവർ ഈ ഫീൽഡിലോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
പിന്നെ വെൽഡിങ്ങിൻ്റെ ഗുണവും ദോഷങ്ങളും ഒന്ന് പറയാം. കാരണം ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ജോലി സാധ്യത വളരെയേറെ കൂടുതലുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് കൂടുന്നതനുസരിച്ച് ഈ ജോബിൽ സാലറി കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ വെൽഡറിൽ നിന്നും നമുക്ക് ഒരു വെൽഡിങ് QC ലെവൽ വരെ നമുക്ക് ടെസ്റ്റ് എഴുതി നമുക്കാവാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ ഈ വെൽഡിങ് ഫീൽഡ് കൊണ്ട് പറ്റും. പിന്നെ ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക അസ്വസ്ഥതകളുള്ളവർ ഈ ജോലിക്ക് വരരുതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാലറി കൂടുതൽ കിട്ടുമെന്ന് കരുതിയാണ് എല്ലാവരും ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഈ വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ ശരീരം കളഞ്ഞൊരു പണിക്ക് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരുപാട് ആളുകൾ എൻ്റെ കൂട്ടുകാർ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വെൽഡിങ് തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ സേഫ്റ്റിയും കാര്യങ്ങളുമൊക്കെ കീപ്പ് ചെയ്ത് നമ്മൾ പോവുക. പിന്നെ നാട്ടിൽ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന വെൽഡിങ് അല്ല വിദേശത്ത് വരുമ്പോൾ അത് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പൈപ്പ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് പ്രീ ഹീറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വിദേശത്ത് വ്യത്യസ്തമായിരിക്കും. നാട്ടിലെ നമ്മൾ വെൽഡറാന്ന് പറയുന്നെങ്കിലും വിദേശത്ത് വരുമ്പോൾ നമ്മൾ വെൽഡിങ് നമ്മളൊന്നുമല്ല എന്ന് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മൾ ഈ വേക്കൻസി എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ 100 പേരുണ്ട്. അപ്പോൾ അതിൽ പുതിയ പുതിയ വേക്കൻസികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം. അതൊന്ന് സേവ് ചെയ്തിട്ട് എനിക്കൊരു ഹായ് അടിച്ചാൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നമ്മുടെ കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയുന്നു.